കല്യാണ പ്രായമെത്തിയ ഒരു പെൺകുട്ടി കുടുംബത്തിൽ കല്യാണാലോചനകളൊക്കെ നടക്കുമ്പോൾ ഇവള് പറയുന്നു എനിക്ക് കല്യാണം വേണ്ട. അപ്പൊ വീട്ടുകാർക്ക് ആകപ്പാടെ സങ്കടമായി. ഇവളൊന്നും പറയുന്നുമില്ല, ഇവള് ആകപ്പാടെ പറയുന്നു എനിക്ക് കല്യാണം വേണ്ട. അങ്ങനെ അപ്പനും അമ്മേനും മാറ്റി നിർത്തി ഞാൻ ഇവളോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിനക്ക് കല്യാണം വേണ്ടാന്ന് നീ ഇങ്ങനെ പറയുന്നത്? അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു തെറ്റായ സ്നേഹബന്ധം, അന്നത്തെ ഒരു പ്രണയം എനിക്കുണ്ടായി. ഞാൻ ആ ഒരു ചെറുപ്പക്കാരോട് കുറെ നാള് പ്രേമിച്ചു നടന്നു, പിന്നെ അത് നഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ എന്റെ ഉള്ളിൽ ഒരു കൊളുത്തിപ്പിടുത്തം. ഞാൻ ചോദിച്ചു, എന്തിനാ? അച്ഛാ, എനിക്കിനി ഒരു പുരുഷനെ പൂർണ്ണമായി സ്നേഹിക്കാൻ പറ്റുമോ? പണ്ട് ഞാൻ ഒരാളെ പ്രേമിച്ചതല്ലേ, ആ ഓർമ്മ എന്നെ ഇങ്ങനെ പുറകോട്ട് വലിക്കുന്നു. എനിക്കൊരു വിവാഹ ജീവിതം സാധ്യമാണോ? എനിക്ക് പൂർണ്ണമായി ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റുമോ? കഴിഞ്ഞ കാല ജീവിതത്തിൽ, പ്രത്യേകിച്ച് ചെറുപ്പകാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അങ്ങനെ സംഭവിച്ചു, അത് കാരണം ഇനി എനിക്കൊരു ശുഭകരമായ ജീവിതം ഉണ്ടോ എന്ന് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിനക്കുള്ള വചനമാണ് യെശയ്യായുടെ പുസ്തകം 54 അധ്യായം 4 തിരുവചനം. ഞാൻ ഈ വചനം ആ പെൺകുട്ടിയുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ തന്നെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകാൻ തുടങ്ങി. ആ പെൺകുട്ടി പറഞ്ഞു, എന്നെ കുറിച്ച് കരുതലുള്ള ദൈവം എനിക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന വചനം, ദേ ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ നാണം കെടേണ്ടി വരില്ല, നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും. ഈ വചനം ദേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം.